الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه صلى الله على نبينا محمد وآله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم صدق الله العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരലോകത്ത് ഉപകാരപ്പെടുന്ന കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളുടെയും ചെറുതും വലുതുമായ സകല പാപങ്ങളും അല്ലാഹു തആല അവന്റെ കരുണ കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ അല്ലാഹു തആല ആ മനുഷ്യന് നൽകുന്ന തന്റെ സമ്പാദ്യത്തിൽ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അവന്റെ അന്തസ്സാണ്. അന്തസ് ആണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനവന്റെ ജീവിതത്തിൽ അവന്റെ പ്രവൃത്തി കൊണ്ട്, മര്യാദ കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, അവന്റെ അധ്വാനം കൊണ്ട് അവൻ ജീവിതത്തിൽ നേടിയെടുക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം. പരിശുദ്ധമായ ഇസ്ലാം ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യമായി അവന്റെ അന്തസ്സിനെ കാണുന്നുമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ പ്രഭാഷണത്തെക്കുറിച്ച് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു. ആ അറഫ പ്രഭാഷണത്തിൽ മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട, അവൻ ഏറ്റവും ആദരിക്കുന്ന, അവന്റെ ജീവനോളം അവന് പ്രിയപ്പെട്ടതായ അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ ഭവനമായ പരിശുദ്ധമായ കഅബ, ആ കഅബ സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം, ആ മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മക്ക മുകറമ, ആ മക്ക മുകറമ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമാകുന്ന ദുൽഹജ്ജിന്റെ മാസം, ആ ദുൽഹജ്ജിന്റെ മാസത്തിലെ ഹജ്ജിന്റെ അമലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ അറഫയുടെ ദുൽഹജ്ജ് 9 ദിവസത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളുടെ പ്രതിനിധികളെയും സാക്ഷിയാക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞ ഒരു പ്രഖ്യാപനം നിങ്ങൾക്കറിയുമോ? ഈ ദിവസത്തിന്റെ പവിത്രതയെക്കുറിച്ച്, ഈ നാടിന്റെ പവിത്രതയെക്കുറിച്ച്, ഈ മാസത്തിന്റെ പവിത്രതയെക്കുറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനേക്കാൾ പവിത്രമാണ് ഒരു മനുഷ്യന്റെ അന്തസ്. അള്ളാഹുവിന്റെ അടുക്കൽ ഇതിനേക്കാൾ വിലയുള്ളതാണ്, മഹത്വമുള്ളതാണ് ഒരു മനുഷ്യന്റെ അന്തസ്സും അഭിമാനവുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തെ മുഴുവൻ മുസ്ലിമീങ്ങളുടെയും പ്രതിനിധികളെ പരിശുദ്ധമായ മക്കയിലെ അറഫ മരുഭൂമിയിലേക്ക് വിളിച്ചു വരുത്തി പ്രഖ്യാപിച്ചു. എങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു മനുഷ്യന്റെ സമ്പാദ്യത്തിൽ ഏറ്റവും വിലയുള്ള സമ്പാദ്യമായി കണക്കാക്കുന്നത് അവന്റെ അന്തസ്സും അഭിമാനവുമാണ്. ഒരു മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും നാവുകൊണ്ട്, എഴുത്തുകൊണ്ട്, ആംഗ്യം കൊണ്ട്, പെരുമാറ്റം കൊണ്ട്, സ്റ്റേറ്റ്മെന്റുകൾ കൊണ്ട് ഒരു മനുഷ്യന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ആക്രമിക്കുക എന്നുള്ളത് അല്ലാഹു തആല ഏറ്റവും ഗൗരവത്തിൽ കാണുന്ന കുറ്റമാണ്. അൽ ഗീബതു അശദ്ദു മിനസ് സിന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ മോശമാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ, ഒരു മനുഷ്യൻ ഇല്ലാത്ത സമയത്ത് അവനെക്കുറിച്ച് അവന്റെ വില കുറച്ച് കാണിക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ വിഭിചാരത്തെക്കാൾ ഗൗരവമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണമെങ്കിൽ മനുഷ്യന്റെ അന്തസ്സിന് അള്ളാഹു തആല അത്രമേൽ വില കൽപ്പിച്ചു. മനുഷ്യന്റെ അന്തസ്സിനെ സമ്മതിച്ചു കൊടുക്കലും ആ അന്തസ്സിനെ ഒരു പോറല് പോലും ഏൽപ്പിക്കാത്ത രീതിയിൽ അവന്റെ നാവിനെയും അവന്റെ കയ്യിനെയും അവന്റെ എഴുത്തിനെയും അവന്റെ വർത്തമാനത്തെയും ഒക്കെ അടക്കി നിർത്തുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഈമാനിന്റെ സമ്പൂർണതയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു എങ്കിൽ മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടും പരലോകത്തെ കൊണ്ടും വിശ്വസിക്കുന്നു എങ്കിൽ, നിങ്ങൾ ഈ കോലം കെട്ടുന്നത് പോലെ, നിങ്ങൾ അവകാശപ്പെടുന്നത് പോലെ, നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് ഈമാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവനവന്റെ നാവ് കൊണ്ട് ഒരാളെയും ഉപദ്രവിക്കുകയില്ല, അവനവന്റെ വാക്കുകൾ കൊണ്ട് ഒരു മനുഷ്യന്റെയും അന്തസ്സിൽ മുറിവേൽപ്പിക്കുകയില്ല, അവനവന്റെ വർത്തമാനം കൊണ്ട് ഒരു മനുഷ്യനെയും തരംതിരിച്ച് തരം താഴ്ന്നവനായി മുദ്രകുത്തുകയില്ല എന്ന് ഈമാനിന്റെ സമ്പൂർണതയെ കുറിച്ച് പറയുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എങ്കിൽ, സ്വർഗം നേടാൻ വേണ്ടി പണിയെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വർഗം നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഒരു മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന രീതിയിൽ, അതിനെ ആക്രമിക്കുന്ന രീതിയിൽ വർത്തമാനം പറയലാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു. ആരാണ് മുസ്ലിം എന്ന് ചോദിക്കുമ്പോ നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട്, നബിയെ ആരാണ് മുസ്ലിം? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. 5 നേരം പള്ളിയിൽ വന്ന് നമസ്കരിച്ചത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മുസ്ലിം ആവുകയില്ല. നോമ്പ് പിടിച്ചത് കൊണ്ട്, ഹജ്ജ് ചെയ്തത് കൊണ്ട്, മതത്തിന്റെ വേഷങ്ങളും ചിഹ്നങ്ങളും ജീവിതത്തിന്റെ ഭാഗമാക്കിയത് കൊണ്ട് മാത്രം ഒരു മനുഷ്യൻ മുസ്ലിം ആവുകയില്ല. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദ് നബിയോട് ഇസ്ലാം എന്താണ് എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ മറുപടി അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. ഏതൊരു മനുഷ്യന്റെ നാവിൽ നിന്ന്, ഏതൊരു മനുഷ്യന്റെ കയ്യിൽ നിന്ന്, കയ്യെന്ന് പറഞ്ഞാൽ ഇന്ന് നാവിനേക്കാൾ കൂടുതൽ മനുഷ്യനെ ആക്ഷേപിക്കാൻ, മനുഷ്യനെ നിന്ദിക്കാൻ, അവന്റെ അന്തസ്സിനെയും അഭിമാനത്തെയും ഇല്ലായ്മ ചെയ്യാൻ നാവിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് കയ്യാണ്, എഴുത്തുകളാണ്, സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകളാണ്, ബ്ലോഗുകളാണ്, കമന്റുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നീ മുസ്ലിമാണോ എന്നാണ് നിന്റെ ചോദ്യമെങ്കിൽ, മുസ്ലിം ആകണമെങ്കിൽ ചോദ്യത്തിന്റെ ഉത്തരമായി ഞാൻ പറയുന്നു, മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നാവിൽ നിന്നും കയ്യിൽ നിന്നും ആര് രക്ഷപ്പെടുന്നു, ആര് സുരക്ഷിതനാകുന്നു? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യനെ, ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരെ ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് മുഖം കുത്തിയവരായി വലിച്ചെറിയുന്ന മഹാപാപം ഏതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ മഹാപാതകങ്ങൾ, വൻ പാപങ്ങൾ അല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ അധിക മനുഷ്യരെയും അധിക മനുഷ്യരെയും നരകത്തിലേക്ക് മുഖം കുത്തിയവരായി വലിച്ചെറിയുന്ന ഏറ്റവും വലിയ പാപം അവന്റെ നാവ് കൊണ്ട് സംസാരിക്കുന്ന വർത്തമാനങ്ങൾ ആയിരിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമ്മളെ പോലത്തെ മുസ്ലിമീങ്ങളോടാണ് പറഞ്ഞത്, മഹാപാപങ്ങളൊന്നും നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് വിശ്വസിച്ച് ആശ്വസിച്ച് ജീവിക്കുന്ന നമ്മളെ പോലത്തെ മനുഷ്യരോട് പറയുകയാണ്, നിങ്ങളെ ഏറ്റവും കൂടുതൽ മുഖം കുത്തിയവരായി നരകത്തിലേക്ക് വലിച്ചെറിയുന്ന പാപം നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കുന്ന വർത്തമാനങ്ങളായിരിക്കുമെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. എങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക്, ദൈനംദിന കർമ്മങ്ങളിലേക്ക്, നമ്മളുടെ ഓരോ ദിവസത്തെ ഓരോ മണിക്കൂറുകളിലേക്കും ഓരോ മിനിറ്റുകളിലേക്കും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരുന്ന ഏറ്റവും കൂടുതൽ പാപങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മളുടെ നാവ് കൊണ്ട് സംസാരിച്ച സംസാരങ്ങളായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സഹാബാക്കളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എങ്കിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയ നമ്മളെ കുറിച്ച് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ നാളെ ആഖിറത്തിൽ മുഖം കുത്തിയവരായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ നമ്മളിൽ അധിക ആളുകൾക്കും കാരണമാകുന്നത് നമ്മളുടെ നാവായിരിക്കും. നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് അടുത്ത് ആരാധനകൾ ചെയ്ത് നന്മകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് അവൻ അടുക്കും. ഹത്താ, എവിടം വരെ അടുക്കും? അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാൺ ദൂരം മാത്രം അവശേഷിക്കുന്ന അവസ്ഥയിൽ അവൻ സ്വർഗത്തിലേക്ക് അടുക്കും. وَيَتَكَلَّمُ بِكَلِمَةٍ لَا يَرَى بِهَا بَأْسًا يَهْوِي بِهِ عِندَ اللَّهِ 70 خَرِيفًا مِنَ النَّارِ. ജീവിതത്തിൽ സമ്പാദിച്ചു കൂട്ടിയ നന്മകൾ കൊണ്ട് സ്വർഗത്തിന്റെ ഒരു ചാൺ അടുത്തു വരെ വന്നു നിൽക്കുന്ന സൽക്കർമ്മിയായ സത്യവിശ്വാസി അവനവന്റെ നാവ് കൊണ്ട് അവനതൊരു ഗൗരവമുള്ള പ്രശ്നമായി കുറ്റമായി തോന്നാത്ത ഒരു വർത്തമാനം പറയും. ആ ഒരൊറ്റ വർത്തമാനത്തിന്റെ പേരിൽ 70 കിടങ്ങ് ദൂരത്തിലേക്ക് നരകത്തിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്.
ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് നന്മകൾ ചെയ്ത്, സൽക്കർമ്മങ്ങൾ ചെയ്ത്, ഇബാദത്തുകൾ ചെയ്ത്, ആരാധനകൾ ചെയ്ത് അവൻ അടുക്കും. അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരു ചാൺ ദൂരം മാത്രം. അത്രമേൽ ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ സമ്പാദിച്ചവൻ. ലയതകല്ലബു ബിൽ കലിമ, ഒറ്റ വാക്കവൻ പറയും. ആരെയെങ്കിലും ആക്ഷേപിച്ച്, നിസാരരാക്കി, നിന്ദ്യരാക്കി, ലാ യഹ്വി ബിഹാ ബഅസ, അവനതൊരു കുഴപ്പമായിട്ട് തോന്നുകയില്ല. അവനതുണ്ടായിട്ടല്ലേ ഞാൻ പറഞ്ഞത്, അവന്റെ സ്വഭാവം അങ്ങനെ ആയിട്ടല്ലേ ഞാൻ അവനെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് എന്ന് പറയും. നബിതങ്ങൾ പറഞ്ഞു, യഹ്വി ബിഹാ ലാ യറാ ബിഹാ ബഅസ, അതിൽ കുഴപ്പമൊന്നും കാണൂല. പക്ഷേ യഹ്വി ബിഹാ 70 ഖരീഫൻ ഫിന്നാർ, നരകത്തിലേക്ക് 70 കിടങ്ങ് ദൂരം നരകത്തിലേക്ക് അവൻ മുഖം കുത്തിയവനായി വലിച്ചെറിയപ്പെടും. അവന്റെ നാവിൽ നിന്ന് വന്ന ഒരു വർത്തമാനത്തിന്റെ പേരിൽ. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്ന സമയത്ത് ആ കുള്ളിയായ, നീളം കുറഞ്ഞ, പൊക്കം കുറഞ്ഞ സ്ത്രീ എന്ന വാക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നിനക്ക് ആ വർത്തമാനം, ആ വാക്കൊരു പ്രശ്നമായി തോന്നുകയില്ല. പക്ഷെ ഈമാനുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സകല വാക്കുകളും പ്രവൃത്തികളും വിചാരണ ചെയ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നീ പറഞ്ഞ വാക്ക് സമുദ്രത്തിൽ എങ്ങാണമിട്ടാൽ ആ സമുദ്രത്തിലെ മുഴുവൻ മത്സ്യങ്ങളും ചത്തു പൊങ്ങുന്ന രീതിയിൽ നാളെ ആഖിറത്തിൽ നിന്റെ നന്മകൾ നശിപ്പിച്ചു കളയാൻ പാകത്തിന് വിഷലിപ്തമായ വാക്കാണ് നിന്റെ നാവിൽ നിന്ന് വന്നത് എന്ന് നീളം കുറഞ്ഞ ഒരു സ്ത്രീയെ കുറിച്ച് കുള്ളിയായ സ്ത്രീ എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയ്ക്ക് താക്കീത് നൽകിയെങ്കിൽ, നബിതങ്ങളുടെ ഭാര്യയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ ഒരു സന്ദർഭത്തിൽ തങ്ങളുടെ തന്നെ മറ്റൊരു ഭാര്യയായ ജൂത മതത്തിൽ നിന്ന് കടന്നു വന്ന സഫിയ റളിയല്ലാഹു അൻഹയെ കുറിച്ച് ആ ജൂതയായ പെണ്ണ് എന്ന് വില കുറച്ച് കാണിക്കുന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞു. നമ്മൾ ഇന്ന് പറയാറുണ്ട് വരുത്തനെന്ന്, അല്ലെങ്കിൽ ഇന്ന ജാതിക്കാരനെന്ന്, അല്ലെങ്കിൽ ഇന്ന തൊഴിൽ ചെയ്യുന്നവനെന്ന്, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ സ്റ്റാറ്റസിന് പറ്റാത്തവനെന്ന് നമ്മൾ പലരെ കുറിച്ചും ജാതിപ്പേര്, അല്ലെങ്കിൽ കുടുംബപ്പേര്, അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നവൻ എന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗൗരവത്തിൽ ആ വാക്കെടുത്ത് ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ 3-4 മാസങ്ങൾ ആ ഭാര്യയുമായി മിണ്ടാതിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ആ ഭാര്യയുടെ അടുക്കലേക്ക് പോലും പോവാതെ അവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി മാസങ്ങളോളം എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അയാളോട് മിണ്ടാതാകുന്നത്, അല്ലെങ്കിൽ അയാളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നത് അത്ര ഗൗരവമുള്ള എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോഴാണ്. ഒരു പെണ്ണിനെ കുറിച്ച്, ജൂത മതത്തിൽ നിന്ന് കടന്നു വന്ന ഒരു പെണ്ണിനെ കുറിച്ച്, അവള് ജൂതയായിരുന്നു, അവള് പുതിയ വിശ്വാസിയായിരുന്നു, വരുത്തനായിരുന്നു എന്ന പ്രയോഗം പ്രയോഗിച്ചതിന്റെ പേരിൽ മാസങ്ങളോളം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ മാറ്റി നിർത്തി എങ്കിൽ നാവിൽ നിന്ന് വരുന്ന നമുക്ക് ഗൗരവമായി തോന്നാത്ത വർത്തമാനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ അത്ര ഗൗരവമുള്ളതാണ് എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ അടുക്കൽ പരിശുദ്ധമായ കഅബ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കഅബ, ആ കഅബ പൊളിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഗൗരവമുള്ളതാണ് ഒരു മനുഷ്യന്റെ അന്തസ്സിനെ പൊളിക്കൽ. കടകളിൽ, കമ്പോളങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ, ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ, വാർത്താമുറികളിൽ, പത്രങ്ങളിൽ, എഴുത്തുകളിൽ, പള്ളികളിൽ, ചായക്കടകളിലൊക്കെ കൂടിയിരുന്ന് മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിന്റെ ദുർഗുണങ്ങൾ, മോശത്തരങ്ങൾ, അവരുടെ അന്തസ്സിനെയും അഭിമാനത്തിനെയും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്ന പണി അള്ളാഹുവിന്റെ അടുക്കൽ കോടാലിയും പിക്കാസുമായി പോയി പരിശുദ്ധമായ കഅബ അതിന്റെ ഓരോ കല്ലുകളും പൊളിച്ച് തകർക്കുന്നതിനേക്കാൾ ഗൗരവമുള്ള കുറ്റമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എങ്കിൽ നമ്മളുടെയൊക്കെ ഈമാൻ, നമ്മളുടെയൊക്കെ പരലോകവുമായി അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മളോടൊപ്പം ജീവിക്കുന്ന സഹജീവികളുടെ അന്തസ്സിന് പോറലേൽക്കാതെ ജീവിക്കാൻ പഠിക്കുക എന്നുള്ളത് നമ്മളുടെ പരലോകവുമായി അത്രമേൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ഗൗരവത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇല്ലാമൻ അസല്ലാഹ ബിഖൽബിൻ സലീം, നാളെ നമ്മളൊക്കെ ആഖിറത്തിലേക്ക് പോയി നിൽക്കേണ്ടവരാണ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ നന്മകളുടെയും അടിസ്ഥാനം, ഓരോ നന്മകളുടെയും പ്രചോദനം,
നമ്മളൊക്കെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് പോയി നിൽക്കേണ്ടി വരും എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിത്തീരുന്നതെങ്കിൽ അല്ലാഹു തആല പറയുന്നു, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. ഇന്ന് നീ എന്ത് അനാവശ്യം പറഞ്ഞാലും, നീ എന്ത് ആരോപണം ഉന്നയിച്ചാലും, നീ എന്ത് വൃത്തികേടുകൾ പറഞ്ഞാലും, നിന്റെ സമ്പത്തും നിന്റെ സന്താനങ്ങളും നിന്റെ ആളുകളും നിന്റെ പാർട്ടിക്കാരും നിന്റെ കൂട്ടത്തിലുള്ള സമുദായ സംഘടനകളും നേതാക്കന്മാരും അണികളുമൊക്കെ നിന്നെ ചേർത്ത് പിടിക്കാൻ, നിന്നെ അതിൽ നിന്ന് സംരക്ഷിക്കാൻ, നിനക്ക് വേണ്ടി ന്യായം പറയാൻ കാണും. പക്ഷെ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നിന്റെ ഒരു അധികാരവും നിന്റെ ഒരു സമ്പത്തും നിന്റെ ഒരു അണികളും നിനക്ക് ഉപകാരപ്പെടാത്ത ഒരു ദിവസത്തിലേക്ക് നീ വരും. അന്ന് സ്വർഗം നേടുന്നവർ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഒരു മനുഷ്യനെ കുറിച്ചും മനസ്സിൽ ഒരു വൃത്തികേടുകളും വെക്കാത്ത, ഒരു മനുഷ്യനെ കുറിച്ചും നാവ് കൊണ്ട് അനാവശ്യം പറയാത്ത, ഒരു മനുഷ്യനെയും നിന്ദ്യരാക്കി നാവ് കൊണ്ട് സംസാരിക്കാത്തവന് മാത്രമായിരിക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ സ്വർഗം മോഹിച്ച് 5 നേരവും പള്ളിയിൽ വരുന്ന നമ്മളോട് പറഞ്ഞു തരുന്നു. എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ നാവുകളെ, നമ്മളുടെ എഴുത്തുകളെ, മറ്റുള്ളവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഈ കർമ്മങ്ങളൊക്കെ പാഴാണ് എന്നാണ് ഖുർആനും ഹദീസും നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, എവിടൊക്കെ ഈമാനിനെ കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് ഈമാൻ പൂർത്തിയാകണമെങ്കിൽ മറ്റുള്ള മനുഷ്യരുടെ ന്യൂനതകളിലേക്ക് എത്തി നോക്കുന്ന, അത് പറയുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അത് ആഘോഷിക്കുന്ന, അത് കൂടിയിരുന്ന് വർത്തമാനം പറയുന്ന പണി നിർത്താതെ ഒരു മനുഷ്യന്റെയും ഈമാൻ സമ്പൂർണ്ണമാവുകയില്ല എന്ന് പറയുന്ന 100 കണക്കിന് ഹദീസുകൾ നബിതങ്ങളുടെ അധ്യാപനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൽ, ഇന്ന് പലർക്കും ആനന്ദം ലഭിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോഴാണ്. ഇന്ന് ജീവിതത്തിൽ നേടിയ സമ്പാദ്യത്തെക്കാൾ നമുക്ക് സന്തോഷം നൽകുന്നത് വഴിയെ നടന്നു പോകുന്ന, തൊട്ടപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന, തൊട്ടപ്പുറത്ത് കച്ചവടം നടത്തുന്ന മനുഷ്യരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും ചേർത്ത് പറഞ്ഞ് അവൻ മോശക്കാരനാണ് എന്ന് മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കേൾക്കാൻ നിൽക്കുന്ന ചെവികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമുക്കിന്ന് സന്തോഷം വർദ്ധിക്കുകയാണ്. നമുക്ക് കുറെ മുൻഗാമികൾ ജീവിച്ചിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കൾ, അവരെ കണ്ടിട്ട് ഈമാനും ദീനും പഠിക്കാനാണ് നമ്മളോട് പറയപ്പെട്ടത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു ദരിദ്രനായ, പരമദരിദ്രനായ സഹാബി കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ വേഷം മുഷിഞ്ഞതാണ്, അദ്ദേഹത്തിന്റെ ശരീരം അഴുക്ക് പിടിച്ചതാണ്, വസ്ത്രം അഴുക്ക് പിടിച്ചതാണ്. അദ്ദേഹം വന്ന് നബിതങ്ങളുടെ സദസ്സിലേക്ക് ഇരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന ധനികനായ ഒരു സഹാബി അദ്ദേഹം ഈ സാധുവായ മനുഷ്യൻ വന്ന് അടുത്തിരുന്നപ്പോ ഒരല്പം തോള് ഇപ്പുറത്തേക്ക് ചരിച്ച് ഇരിക്കുന്നതിൽ ഒരു ചെറിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വസ്ത്രം തന്നിലേക്ക് ചേർത്ത് പിടിച്ചൊരല്പം മാറിയിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കണ്ടിട്ട് തങ്ങൾ ദേഷ്യപ്പെട്ടു, തങ്ങൾ ചൂടായി. നീ കാണിച്ച പ്രവൃത്തി അള്ളാഹുവിന്റെ അടുക്കൽ എത്ര ഗൗരവമുള്ളതാണ് എന്ന് ഓർക്കണമെന്ന് താക്കീത് നൽകി. ആ സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത എന്റെ സൽക്കർമ്മങ്ങൾ മുഴുവൻ ഈ ഒരു പ്രവൃത്തിയുടെ പേരിൽ, നമ്മൾ പറയുന്നത് പോലെ നാവ് കൊണ്ട് ആക്ഷേപിച്ചിട്ടില്ല, മൈക്ക് കെട്ടിവെച്ച് കവലകളിൽ പ്രസംഗം നടത്തി ആ മനുഷ്യന്റെ അന്തസ്സിന് ക്ഷതമേൽപ്പിച്ചിട്ടില്ല, ചെറിയ ഒരു ആംഗ്യം കൊണ്ട് ഇവനെ അടുത്തിരുത്താൻ കൊള്ളാത്തവനാണ് എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ ഒരു ആംഗ്യം കാണിച്ച സഹാബിക്ക് താക്കീത് നൽകിയപ്പോ എഴുന്നേറ്റ് നിന്നിട്ട്, അള്ളാഹുവിന്റെ റസൂലെ, ഈ പ്രവൃത്തിയുടെ പേരിൽ എന്റെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, ഞാൻ എന്റെ പകുതി സമ്പത്ത് ഈ മനുഷ്യന് നൽകാം, ഈ കാണിച്ച പ്രവൃത്തിക്ക് ആ മനുഷ്യൻ എന്നോട് പൊരുത്തപ്പെടണം, ആ മനുഷ്യൻ എനിക്ക് മാപ്പ് നൽകണം. ഈ സഹാബി ഒന്നും മിണ്ടിയില്ല, അള്ളാഹുവിന്റെ റസൂലും ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സമ്പന്നനായ മനുഷ്യൻ വിചാരിച്ചു, കൊടുത്തത് കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും. പറഞ്ഞു, എന്റെ മുഴുവൻ സമ്പത്തും ഞാൻ ഈ മനുഷ്യന് നൽകാം, എന്നിട്ട് ഈ മനുഷ്യനെ പോലെ ഫഖീറായി, യാചകനായി ഞാൻ ജീവിക്കാം, പക്ഷെ എന്റെ ഈമാനിന് ക്ഷതം സംഭവിക്കരുത്, നാളെ ആഖിറത്തിൽ എന്റെ അമലുകൾ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ റസൂല് തല ഉയർത്തിയിട്ട് ഈ സാധുവായ മനുഷ്യനോട് ചോദിച്ചു, നിനക്കിതിന് സമ്മതമാണോ? നിന്റെ അന്തസ്സിന് പോറലേൽപ്പിക്കുന്ന രീതിയിൽ ഈ മനുഷ്യൻ കാണിച്ച പ്രവൃത്തിക്ക് പകരമായി അവന്റെ മുഴുവൻ സമ്പത്തും നിനക്ക് നൽകും, നീ അവന് മാപ്പ് നൽകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോ സാധുവായ ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് നബിതങ്ങളോട് പറഞ്ഞു, തങ്ങളെ, ഞാൻ മാപ്പാക്കാം. ഇയാളുടെ ഒരു അമലും ആഖിറത്തിൽ പാഴായി പോകുന്ന രീതിയിൽ എന്നോട് കാണിച്ച ഈ പ്രവൃത്തി ഞാൻ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ഉന്നയിക്കുകയില്ല, പക്ഷെ എനിക്ക് അയാളുടെ സമ്പത്ത് വേണ്ട,
അയാളുടെ സമ്പത്ത് എനിക്ക് കിട്ടിയാൽ അയാൾക്ക് ബാധിച്ച അതേ രോഗം എന്നെക്കാൾ സമ്പത്ത് കുറഞ്ഞവനെ കാണുമ്പോ അവൻ വില കുറഞ്ഞവനാണ് എന്ന് കാണുന്ന കണ്ണെനിക്കുണ്ടാകും, അവൻ വില കുറഞ്ഞവനാണ് എന്ന തരത്തിൽ സംസാരിക്കുന്ന നാവെനിക്കുണ്ടാകും, അവൻ വില കുറഞ്ഞവനാണ് എന്ന രൂപത്തിൽ ആംഗ്യം കാണിക്കുന്ന കൈകാലുകൾ എനിക്കുണ്ടാകും. അതുകൊണ്ട് എനിക്ക് സമ്പത്ത് വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ട് കൊടുത്തേക്കാമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ആ സഹാബി പറഞ്ഞു എങ്കിൽ, ഒരു മനുഷ്യന്റെ ന്യൂനത, ഒരു മനുഷ്യന്റെ ഉള്ളതോ ഇല്ലാത്തതോ ആയ അവൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആരെങ്കിലും പറയുന്നത് തങ്ങളുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ കാണുകയും അങ്ങനെ ഏതെങ്കിലും സദസ്സോ സംസാരമോ കണ്ടാൽ വന്യമൃഗങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് പോലെ ഓടി രക്ഷപ്പെട്ടിരുന്ന ഒരു മുൻഗാമികളെ കണ്ടിട്ട് ഈമാനും ദീനും പഠിക്കാനാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത് എങ്കിൽ നമുക്കിന്ന് ആനന്ദമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ, മറ്റുള്ളവരെ കുറിച്ച് അപരാധങ്ങൾ, വ്യഭിചാര ആരോപണങ്ങൾ പോലും പറയാനും എഴുതാനും മടിയില്ലാത്തവരായി അതിൽ ആനന്ദം കാണുന്നവരായി മുസ്ലിം സമുദായം മാറി എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഈമാൻ കൊണ്ടും നിങ്ങളുടെ അമലുകൾ കൊണ്ടും നിങ്ങൾക്ക് പരലോകത്ത് ഈ പാപത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഇന്ന് മനുഷ്യൻ, ഈ ഈച്ചകളുടെ സ്വഭാവമുണ്ട്. ഈച്ചയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഈച്ച ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എത്ര നല്ല സ്ഥലമുണ്ടെങ്കിലും ആ മനുഷ്യന്റെ കാലിനടിയിലെങ്ങാണം പൊട്ടി പഴുപ്പ് വന്ന ഒരു മുറിവുണ്ടെങ്കിൽ ഈച്ച പോയി അതിലേ ഇരിക്കും. ഈച്ചയെ എത്ര ഉയർന്ന സ്ഥലത്ത് കയറ്റി വിട്ടാലും ഈച്ച അതിലൊന്നും പോയി ഇരിക്കില്ല. എവിടെയാണ് അഴുക്കുള്ളത് എന്ന് നോക്കി അഴുക്കിൽ പോയി ഇരിക്കും ഈച്ച. ഈ ഈച്ചയുടെ സ്വഭാവമാണ് ഇന്ന് നമുക്ക്. നമ്മുടെ മുമ്പിൽ എന്ത് കണ്ടാലും, ഒരു കല്യാണത്തിന് വിളിച്ചാൽ ആ കല്യാണ വീട്ടിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ നടന്നാലും നമ്മളുടെ കണ്ണിൽ അതൊന്നും ഉടക്കുകയില്ല. അവിടെയുള്ള എന്തെങ്കിലും ന്യൂനത, ആരും കാണാത്ത ന്യൂനത നമ്മൾ കണ്ടുപിടിക്കും. വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണത്തിലെ ഏതെങ്കിലും പോരായ്മകൾ, അവിടെ നടന്ന ഒരു നല്ല കാര്യവും കാണാതെ ആ കല്യാണം നടത്തിയ ആളുകൾ അല്ലെങ്കിൽ ആ കല്യാണ പെണ്ണിന്റെ വസ്ത്രത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വന്ന കീറല് കണ്ടുപിടിക്കും. എന്നിട്ട് വെളിയിലേക്ക് മാറിയിരുന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്ന ഒരവസ്ഥയാണ് ഇന്ന് വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സദാചാര ബോധം പോലും, സദാചാരം എന്ന മലയാളത്തിലെ നല്ല ഒരു വാക്ക് ഇന്ന് അന്യന്റെ സ്വകാര്യതകളിലേക്ക് വിളിക്കപ്പെടാത്ത അതിഥികളായി കടന്നു കയറി അത് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് നാട് മുഴുവൻ പ്രചരിപ്പിക്കുകയും ആ പോസ്റ്റിന്റെ അടിയിലേക്ക് വരുന്ന ലൈക്കിന്റെയും കമന്റിന്റെയും ഷെയറുകളുടെയും എണ്ണം കൂടുന്നത് അനുസരിച്ച് യൂഫോറിക്കാകുന്ന രതിമൂർച്ച അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ പുതിയ തലമുറയിൽ ദീനുണ്ട് എന്ന് പറയുന്ന ആളുകൾ മാറി എങ്കിൽ, ഏതെങ്കിലുമൊക്കെ കല്യാണ വീടുകളിൽ, മരണ വീടുകളിൽ, ആഘോഷ സ്ഥലങ്ങളിലേക്ക് പോയി ആരും കാണാത്ത ന്യൂനതകൾ കണ്ടെത്തിയിട്ട് കവലകളിലേക്കും കമ്പോളങ്ങളിലേക്കും പള്ളിയുടെ തിണ്ണകളിലേക്കും വന്നിരുന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് കേൾക്കാനുള്ള ചെവികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് രതിമൂർച്ച അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് ഇന്നത്തെ സദാചാര ബോധം മാറിപ്പോയി എങ്കിൽ അതിന് സദാചാരമെന്നും ഗുണകാംക്ഷയെന്നുമല്ല പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പണി ചെയ്യുന്നവർ, ന്യൂനതകൾ കണ്ടെത്തി കവലകളിൽ വന്നിരുന്ന് ആളുകളുടെ മുമ്പിൽ വിളമ്പുന്നവരെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നവരെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, മനുഷ്യന്റെ പച്ചയായ മാംസം തിന്നുന്ന കഴുകന്മാർ, വലാ യഗ്തബ് ബഅദുകും ബഅദാ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, മരിച്ച് ശവമായി ജീർണിച്ച് കിടക്കുന്ന മനുഷ്യന്റെ ശരീരം തിന്നുന്ന കഴുകൻ എന്നാണ് പരിശുദ്ധ ഖുർആൻ ഈ പണി ചെയ്യുന്ന, തൊപ്പിയിട്ട, താടി വെച്ച, ഹജ്ജ് ചെയ്ത, നമസ്കരിക്കുന്ന മനുഷ്യരെ കുറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മളുടെ ജീവിതത്തിൽ പള്ളിയിലിരുന്ന്, കടകളിലിരുന്ന്, മറ്റ് പല സ്ഥലങ്ങളിൽ ഇരുന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ള പരദൂഷണത്തിന്റെ ഗൗരവത്തെ കുറിച്ച്. പൊതുവെ ഈ മാംസബുക്കുകളായ മൃഗങ്ങൾ അങ്ങനെ ശവങ്ങളെ തിന്നാറില്ല. പൊതുവെ മൃഗങ്ങൾ, ജീവനുള്ള മൃഗങ്ങളെ അല്ലെങ്കിൽ മനുഷ്യനെ വേട്ടയാടിയാണ് തിന്നുന്നത്. ശവത്തെ മാത്രം തിന്നുന്നത് കഴുകനാണ്. കഴുകനെ കുറിച്ച് നമുക്കറിയാം. യുദ്ധഭൂമികളിൽ, ദുരന്ത ഭൂമികളിൽ, മനുഷ്യന്റെ കബന്ധങ്ങൾ കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പക്ഷിയാണ് കഴുകൻ. മനുഷ്യത്വത്തിന്റെ ആംഗിളിലൂടെ നോക്കിയാൽ കഴുകൻ ഒരു നികൃഷ്ട ജീവിയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രൂപം മാറിപ്പോയ വികൃതമായി പോയ ശരീരങ്ങൾ കൊത്തിവലിച്ച് ആ ശവം തിന്നുന്ന കഴുകനോട് പരിശുദ്ധ ഖുർആൻ ഉപമിച്ചു എങ്കിൽ, ലോകത്ത് 1994 പുലിസ്റ്റർ സമ്മാനം ലഭിച്ച ഒരു ചിത്രമുണ്ട്. ന്യൂയോർക്ക് ടൈംസിൽ 1993 സൗത്ത് ആഫ്രിക്കക്കാരനായ കെവിൻ
എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം എടുത്ത് പ്രസിദ്ധീകരിച്ച ഒരു ഫോട്ടോയാണ്. ആ ഫോട്ടോയിലെ ഒറ്റ ഫ്രെയിമാണ്, ഒറ്റ സ്റ്റില്ലാണ്. ആ സ്റ്റില്ലിൽ കാണുന്നത് സുഡാനിൽ ദാരിദ്ര്യത്തിന്റെ സമയത്ത് 1/2 കിലോമീറ്റർ അപ്പുറത്ത് യുവന്റെ ഫീഡിംഗ് ക്യാമ്പുണ്ട്. ആ ക്യാമ്പിലേക്ക് വെള്ളം തേടി ഭക്ഷണം തേടി പോകുന്നതിന്റെ ഇടയിൽ ദ വൾച്ചർ ആൻഡ് ദ ലിറ്റിൽ ഗേൾ എന്നാണ് ആ ഫോട്ടോയുടെ പേര് തന്നെ. പോകുന്നതിന്റെ ഇടയിൽ ദാഹത്തിന്റെ പേരിൽ, വിശപ്പിന്റെ പേരിൽ നടക്കാൻ സാധിക്കാതെ വീണുപോയ, ഏത് നിമിഷവും മരിച്ചു പോകും, ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും വിശപ്പിന്റെയും ദാഹത്തിന്റെയും പേരിൽ മരിച്ചു പോകും. 1/2 കിലോമീറ്റർ കൂടെ പോയാൽ വെള്ളം കിട്ടും, ഭക്ഷണം കിട്ടും. പക്ഷെ അതുവരെ പോകാനുള്ള ആരോഗ്യമില്ലാതെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ തൊട്ടടുത്ത് ഈ കുട്ടിയുടെ മരണം കാത്ത് കിടക്കുന്ന കഴുകൻ ഇങ്ങനെ നിൽക്കുകയാണ്. കുട്ടി മരിച്ചാൽ ആ ശവം തിന്നാൻ. ആ ഫോട്ടോ അദ്ദേഹം എടുത്തു, പുലിസ്റ്റർ സമ്മാനം കിട്ടി. പക്ഷെ അദ്ദേഹത്തിന് മാനസിക സംഘർഷം, ആ കുട്ടിയെ രക്ഷിക്കുന്നതിന് പകരം ഫോട്ടോ എടുക്കാൻ നിന്നു എന്ന മാനസിക സംഘർഷത്തിന്റെ പേരിൽ 4 മാസത്തിനുള്ളിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. നമ്മൾ ആലോചിക്കണം, ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന കടുത്ത ദാരിദ്ര്യം, കൊടിയ ദാരിദ്ര്യം. 1/2 കിലോമീറ്റർ കൂടി നടന്നു പോയാൽ വെള്ളം കിട്ടും. പക്ഷെ 1/2 കിലോമീറ്റർ നടന്നു പോകാനുള്ള ആവതില്ലാതെ പട്ടിണിയുടെ പേരിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ ലോകത്ത് വയറ് നിറച്ച് ബിരിയാണി തിന്നിട്ട് അതേ കല്യാണ വീട്ടിൽ സ്നേഹത്തോടെ നമ്മളെ വിളിച്ച ആ കല്യാണം നടത്തുന്ന മനുഷ്യനെ കുറിച്ച്, ആ പെണ്ണിനെ കുറിച്ച്, വാപ്പയെ കുറിച്ച്, ചെറുക്കനെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച് വെളിയിലിറങ്ങി കവലകളിലും കമ്പോളങ്ങളിലും അവരുടെ പരദൂഷണവും കുറ്റങ്ങളും കുറവുകളും പറയുന്ന പണിയാണ് നമുക്ക് എങ്കിൽ അല്ലാഹു തആല പറഞ്ഞു, അയുഹിബ്ബു അഹദുക്കും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ. ശവം തിന്നാൻ കാത്തിരിക്കുന്ന കഴുകന്മാരെ പോലെ വികൃതമായി പോയ, ജീർണിച്ചു പോയ മനുഷ്യന്റെ ശരീരം കൊത്തിവലിക്കുന്ന കഴുകന്റെ പണിയാണ് തലയിൽ തൊപ്പി വെച്ചുകൊണ്ട് നീ ചെയ്യുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ താക്കീത് നൽകുകയാണ്. ഇപ്പൊ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. കഴിഞ്ഞ 4 വർഷം മുമ്പ് അന്വേഷിച്ച് പുറത്തു വന്ന ഒരു റിപ്പോർട്ട്. അതിലെ ആളുകളുടെ ഒന്നും പേര് വെളിവാക്കാതെ ചില കുറ്റങ്ങൾ പുറത്തുവിട്ട പേജുകളിൽ വന്നു. കതകിന് മുട്ടിയതിനെ കുറിച്ചും. ഇന്ന് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ കയറിയാൽ, ചായക്കടയിൽ പോയാൽ, ആശുപത്രിയിൽ പോയാൽ, പള്ളിയിൽ പോയാൽ, നിസ്കാരം കഴിഞ്ഞ് കൂടിയിരുന്ന് ആരൊക്കെയാണ് കതകിൽ മുട്ടിയത് എന്ന് എണ്ണി പേര് പറയലാണ് നമ്മുടെ പണി. ഞാൻ വെറുതെ പറയല്ല. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ ഡോക്ടറെ കാണാനിരിക്കുന്ന 2 രോഗികൾ തമ്മിൽ കതകിൽ മുട്ടിയ ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ട് തർക്കിക്കുന്നു. സർക്കാർ അല്ലെങ്കിൽ കോടതി ഏർപ്പെടുത്തിയ ഒരു ബോഡി അവര് പറഞ്ഞു കുറ്റകൃത്യങ്ങൾ കണ്ടെത്തലാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന, അതുകൊണ്ട് പേര് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞ് പേര് പുറത്തുവിടാതിരിക്കുമ്പോ നമ്മൾ ആരൊക്കെയാണ് ചെയ്തത് എന്ന് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതുപോലെ പേര് പറഞ്ഞ് തർക്കിക്കുകയാണ്. ചായക്കടയിൽ പോയിരുന്ന് ചായ കുടിക്കാൻ പറ്റൂല, അപ്പുറത്തിരിക്കുന്നവർ ഇത് പറഞ്ഞ് തർക്കിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ വ്യക്തമായി പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് കാണാതെ ഒരു മനുഷ്യനെ കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിച്ചാൽ ഇന്നല്ലദീന യർമൂനൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത് ثم لم يأتوا بأربعة شهداء فجلدوهم 80 ജൽദ. ഒരു മനുഷ്യനെ കുറിച്ച് കണ്ണുകൊണ്ട് വ്യക്തമായി കാണാതെ അവൻ വ്യഭിചരിച്ചു എന്ന് സംശയത്തിന്റെ, ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ പറഞ്ഞാൽ 80 അടി അവനെ അടിക്കണമെന്ന് ഇസ്ലാമിക ഭരണകൂടത്തോട് പരിശുദ്ധ ഖുർആൻ നിഷ്കർഷിക്കുന്നു എങ്കിൽ നമ്മളെയൊക്കെ എത്ര അടിയടിക്കണം? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കൈകൊണ്ടും നാവുകൊണ്ടും ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും പറയുന്നവർക്ക് മഹാനാശം. എത്ര മഗ്രിബ് നമസ്കാരങ്ങളിൽ പള്ളികളിൽ നമ്മൾ ഈ സൂറത്ത് കേട്ടിട്ടുണ്ട്. അതേ മഗ്രിബ് നമസ്കരിച്ചതിന് ശേഷം വെളിയിലേക്ക് ഇറങ്ങി നിന്ന് കണ്ണിൽ കണ്ടവരെ കുറിച്ചൊക്കെ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ, ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നവരാണ് നമ്മളെങ്കിൽ അല്ലാഹു തആല പറയുന്നു, കൈകൾ കൊണ്ട് സോഷ്യൽ മീഡിയകളിൽ ലൈക്കായി, ഷെയറായി, കമന്റായി, പോസ്റ്റായി ഇത്തരം ഊഹങ്ങളും ആരോപണങ്ങളും എഴുതുന്നവർ അവർക്ക് മഹാനാശം. ഈ ആരോപണങ്ങളുടെ ഗൗരവം അവന് മനസ്സിലാകുന്നത് മരണത്തോടുകൂടി ഹുതമ എന്ന നരകത്തിന്റെ മുമ്പിൽ അവനെ കൊണ്ടുവന്ന് നിർത്തപ്പെടും. നമ്മൾ ആലോചിച്ച് നോക്കണം, എന്തടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് നബിതങ്ങൾ ഈ ഗൗരവത്തിൽ, ഒരു മനുഷ്യൻ ഖബറിൽ ഏറ്റവും കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നത് അവൻ മനുഷ്യരെ കുറിച്ച് മോശത്തരം പറഞ്ഞതിന്റെ പേരിലാണ്. ഉള്ളത് പറഞ്ഞതിനെ കുറിച്ചാണ് ഈ പറയുന്നത്. നമുക്കിന്ന് എന്തടിസ്ഥാനത്തിൽ നബിതങ്ങൾ പറഞ്ഞു, മൻ ഗയ്യറ അഖാഹു ബിദംബിൻ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തു, അവൻ ആ തെറ്റിൽ നിന്ന് പാപമോചനം തേടി തൗബ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ച് ആക്ഷേപിച്ചാൽ അല്ലാഹു തആല മരണത്തിന് മുമ്പ് ഈ ആക്ഷേപിക്കുന്നവനെയും ആ തെറ്റിൽ അകപ്പെടുത്തും.
ഇന്ന് നമുക്ക് തെറ്റ് ചെയ്തവൻ ആരാണെന്ന് പോലും അറിയാൻ പറ്റുകയില്ല. എന്തടിസ്ഥാനത്തിൽ നമുക്കൊരു മനുഷ്യൻ തെറ്റുകാരനാണ് എന്ന് പറയാൻ പറ്റും? ഇന്ന് നമ്മളുടെ മുമ്പിൽ മീഡിയകൾ, പത്രങ്ങൾ, വാർത്തകൾ ഒരു നേറും നെറിയുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഏത് മനുഷ്യനെ കുറിച്ചും ആയിരക്കണക്കിന് മനുഷ്യരുടെ അന്തസ്സും അഭിമാനവും നശിപ്പിച്ച പാരമ്പര്യം നമ്മളുടെ മുത്തശ്ശി പത്രങ്ങൾ മുതൽ ഇന്നത്തെ ആധുനിക മീഡിയകൾക്ക് വരെ ഉണ്ട് എങ്കിൽ ഈ പത്രങ്ങളിലും ഈ മീഡിയകളിലും വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റുകൾ പറയാൻ, നമ്മൾ പള്ളിയിൽ ചർച്ച ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ആഖിറത്തിൽ എന്ത് സമാധാനം നമ്മൾ പറയേണ്ടി വരുമെന്ന് നമ്മൾ ആലോചിക്കണം. എത്ര കേസുകൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകളുടെ പേരിൽ വലിയ ഹെഡ്ലൈനായി ഒന്നാമത്തെ പേജിൽ വാർത്ത അടിച്ചു വരും. 10 ദിവസം കഴിഞ്ഞ് അയാൾ നിരപരാധിയാണ് എന്നറിയുമ്പോൾ ആരും ശ്രദ്ധിക്കാത്ത ചരമക്കോളത്തില് ചിലപ്പോ ഒരു തിരുത്തൽ വാർത്ത കൊടുത്തേക്കും. എത്ര മനുഷ്യരുടെ അന്തസ്! നമുക്കറിയാം പഴയ ISRO ചാരക്കേസ്, നമ്പി നാരായണന്റെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, റെഡി ടു ഫയർ. ആ പുസ്തകം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം നമ്മളുടെ മാധ്യമങ്ങൾ രാവിലെ സുബഹി നിസ്കരിച്ചിട്ട് നമ്മൾ ഈ എടുത്തു വെച്ച് വായിക്കുന്ന, വിശ്വസിക്കുന്ന മാധ്യമങ്ങളിലൂടെ എത്ര മനുഷ്യരുടെ അന്തസ്സും അഭിമാനത്തിനും മുറിവേൽക്കുന്ന വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്, കേൾക്കുന്നത് എന്ന്. ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം, അവരുടെ അന്തസ്, അവരുടെ കുടുംബം, അവരുടെ ജോലി, അവരുടെ കരിയർ, അവരുടെ സമനില, അവരുടെ സ്വസ്ഥമായ ജീവിതം നശിപ്പിച്ചതിലൂടെ നേടിയെടുത്ത പണക്കൊഴുപ്പിലാണ് ഇന്ന് ഇവിടുത്തെ പല മാധ്യമങ്ങളുടെ കുടുംബങ്ങളും കഴിഞ്ഞു പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആരെ വിശ്വസിച്ച് നമുക്കൊരു മനുഷ്യനെ തെറ്റുകാരനാണ് എന്ന് പറയാൻ പറ്റും? പോലീസാണ് പിന്നെ ഉള്ളത്. പണ്ട് തമാശക്കൊരു കഥ പറയാറുണ്ട്, ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയൂല. വയനാട്ടില് 2 പാർട്ടിക്കാർ തമ്മിൽ അടി നടന്നു. ഒരു പാർട്ടിയുടെ ജാഥ വന്നപ്പോൾ മറ്റേ പാർട്ടിക്കാരെ അടിച്ചു. അവസാനം കേസായി. ഇപ്പൊ പോലീസുകാർ കണ്ടാൽ അറിയാവുന്ന പ്രതികളെന്നാണ് FIR ഇടുന്നത്. FIR ഇട്ടപ്പോ 1-ാം പ്രതി മുഹിദ്ദീൻ ഷേഖാണ്. അപ്പൊ കാര്യം അന്വേഷിച്ചപ്പോ അടി തുടങ്ങിയപ്പോ അടിച്ചവൻ എന്റെ മുഹിദ്ദീൻ ഷേഖെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓടിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ FIR-ൽ 1-ാം പ്രതി മുഹിദ്ദീൻ ഷേഖ് ആയ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്വാതന്ത്ര്യ ദിനമായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മൾ വായിച്ചിരിക്കേണ്ട, ഇന്ത്യയിലെ ഓരോ പൗരനും വായിച്ചിരിക്കേണ്ട ചില പുസ്തകങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റ് നന്ദിത ഹസ്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട്, They framed as a terrorist. My 14 years to prove my innocence എന്ന് പറഞ്ഞ് ആമിർ ഖാൻ എന്ന് പറയുന്ന ഡൽഹിയിൽ ജീവിച്ചിരുന്ന ഒരു സാധുവായ പയ്യനെ അന്നത്തെ ഡൽഹി പോലീസ് ATS തട്ടിക്കൊണ്ടുപോയി തീവ്രവാദിയായിട്ട് പ്രഖ്യാപിച്ച് 14 വർഷം വിചാരണ തടവുകാരനായിട്ട് നിന്ന ഗതികെട്ട ഒരു മനുഷ്യൻ. ബേഗുന ഖായിദി എന്ന് പറഞ്ഞ് ഹിന്ദി പുസ്തകമുണ്ട്. 10-17ഓളം ചെറുപ്പക്കാരെ ഈ രൂപത്തിൽ പോലീസുകാരെ ഫ്രെയിം ചെയ്തതിനെ കുറിച്ച് അതിൽ ആ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഭീമ കൊറേഗാവ് കേസ്, സ്റ്റാൻസ്വാമി, വരുവര റാവു അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആളുകൾ, അവരുമായി ബന്ധപ്പെട്ട് ഇന്നും കോടതിയിൽ നിലനിൽക്കുന്ന കേസ്, ആ കേസിനെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. ഈ പുസ്തകം വായിച്ചാൽ ഏത് പോലീസിനെ, അല്ലെങ്കിൽ FIR എന്ന് പറയുന്ന ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പേര് വന്നു എന്നതിന്റെ പേരിൽ മാത്രം, അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നതിന്റെ പേരിൽ മാത്രം ഈ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും നമ്മളും എല്ലാവരും കൂടെ ചേർന്ന് പ്രതിയാക്കി അന്തസ്സും അഭിമാനവും നശിപ്പിച്ചു കളഞ്ഞ 100 കണക്കിന് മനുഷ്യർ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. കോടതികൾ പോലും നോ വൺ ഈസ് ഗിൽറ്റി അൺടിൽ പ്രൂവൻ ഗിൽറ്റി എന്നാണ് നമ്മളുടെ കോടതിയുടെ നിയമ സംവിധാനത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. കോടതി പോലും വിധിച്ച, കുറ്റവാളിയായി കണ്ടെത്തിയ കേസുകളിൽ അവര് കുറ്റവാളികൾ അല്ല എന്ന് ഫാക്റ്റുകൾ ഉപയോഗിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് അരുന്ധതി റോയ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ പാർലമെന്റ് ആക്രമണം, അഫ്സൽ ഗുരുവിനെ തൂക്കിക്കൊന്നു, പ്രസിഡന്റ് പോലും ഒപ്പുവെച്ച് തൂക്കിക്കൊന്ന പാർലമെന്റ് ആക്രമണത്തെ കുറിച്ച് ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ അറ്റാക്ക് ഓൺ ദ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറഞ്ഞ അരുന്ധതി റോയുടെ പുസ്തകം കാണാം. എന്തിന്റെ അടിസ്ഥാനത്തിൽ, ആരെ വിശ്വസിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ അക്രമിയാണ്, അല്ലെങ്കിൽ പാപിയാണ്, തെറ്റുകാരനാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും? ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഈമാൻ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടലും അവന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കലും. നബി തങ്ങൾ ഒറ്റ വാക്കുകൂടി പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലുൽ ഈമാനു ഫി ഖൽബിഹി. വാക്കുകൊണ്ട്, നാവുകൊണ്ട് മാത്രം മുസ്ലിമായ മനുഷ്യരെ, ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങാത്ത മനുഷ്യരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, മനുഷ്യരുടെ പരദൂഷണം പറയുന്ന പണി നിങ്ങൾ ചെയ്യരുത്. വലാ തത്തബിഉ ഔറാത്തിഹിം, അവരുടെ ന്യൂനതകൾ തേടി നിങ്ങൾ പിന്നാലെ പോകരുത്. വമൻ യത്തബിഉ ഔറാത്തിഹിം യത്തബിഉല്ലാഹു ഔറതഹു, ആരെങ്കിലും മനുഷ്യരുടെ ന്യൂനതകൾ അന്വേഷിച്ചു പോയി അത് കമ്പോളങ്ങളിലും പള്ളികളിലും കടകളിലും ഇരുന്ന് പറയുന്ന പണി ചെയ്താൽ അള്ളാഹു അവന്റെ പിന്നാലെ കൂടും. ആരുടെയെങ്കിലും പിന്നാലെ അള്ളാഹു അവനെ നിന്ദനാക്കാൻ കൂടിയാൽ യഫ്ലഹുഹുല്ലാഹു വഹുവ ഫീ ബൈതിഹി,
വീട്ടിന്റെ ഉള്ളിലിരുന്നാലും അല്ലാഹു തആല അവനെ നിന്ദനാക്കി ആക്ഷേപിച്ച് നാണം കെടുത്തി കളയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എങ്കിൽ നമ്മളുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ്, കൈകൊണ്ട് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, നമ്മളുടെ പിന്നാലെ അല്ലാഹു ഉണ്ട്. നമ്മൾ ജീവിതത്തിൽ ചെയ്ത എത്ര പാപങ്ങൾ അല്ലാഹു മറച്ചു വെച്ചു. ആ പാപങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എടുത്തിരുന്ന ഒരു ദിവസം വരാനുണ്ട്. അന്നത്തെ ദിവസം നമ്മളുടെ നമസ്കാരങ്ങളും നമ്മളുടെ സകല നന്മകളെയും ഇല്ലാതാക്കിക്കൊണ്ട് നമ്മളുടെ നാവ് കൊണ്ടും കൈകൊണ്ടും നമ്മൾ എഴുതിക്കൂട്ടിയ അപരാധങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പകരമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് എന്ന ഓർമ്മ വേണം. അതുകൊണ്ടാണ് ഈമാനിന്റെ അടയാളമായിട്ട് തന്നെ മറ്റുള്ള മനുഷ്യരുടെ അന്തസ്സിനെ സൂക്ഷിക്കുന്ന നാവ് ഒരു മനുഷ്യന് ലഭിക്കുക എന്ന് നബിതങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ മറ്റുള്ളവരുടെ അന്തസ്സിനെയും അഭിമാനത്തെയും സൂക്ഷിച്ച് ജീവിക്കാൻ നാം ഓരോരുത്തർക്കും ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാണ്.